അബൂബക്കർ റാസി, ഇബ്നു സീന തുടങ്ങിയ മുസ്ലിങ്ങൾ ആഘോഷിക്കുന്ന ശാസ്ത്രജ്ഞന്മാരൊന്നും ഇസ്ലാമിക വിശ്വാസികളായിരുന്നില്ലെന്നും യുക്തിവാദികളായിരുന്നുവെന്നും ചില എക്സ് മുസ്ലിങ്ങൾ പറയുന്നു. ശരിയാണോ? സത്യത്തിൽ ഇസ്ലാമിക് ഗോൾഡൻ ഏജ് എന്നറിയപ്പെടുന്ന കാലത്ത് ജീവിച്ച ആയിരക്കണക്കിന് ശാസ്ത്രജ്ഞന്മാരുണ്ട്. അവരുടെ സംഭാവനകളെക്കുറിച്ചുള്ള വിശദമായ പഠനങ്ങളുണ്ട്. 1001 ഇൻവെൻഷൻസ് ഇൻ ഇസ്ലാം എന്ന് പറഞ്ഞിട്ടൊരു വലിയ ഗ്രന്ഥം തന്നെയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബ്രിട്ടീഷുകാരായ ഒരു സൊസൈറ്റി, ബ്രിട്ടീഷ് ഇസ്ലാമിക് സൊസൈറ്റി അല്ല, ഒരു സയൻറ്റിഫിക് സൊസൈറ്റിയുടെ പേര് ഞാൻ ഓർക്കണില്ല, അവർ പുറത്തിറക്കിയ ഡോക്യുമെൻ്ററികളുണ്ട്. ഇതെല്ലാം അവൈലബിളാണ്. ഇത് ഈ ശാസ്ത്രജ്ഞന്മാർ അവരെല്ലാം ഇസ്ലാമിക വിശ്വാസികളായിരുന്നു, പരിശുദ്ധ ഖുർആനിൽ വിശ്വസിച്ചിരുന്നവരായിരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചിരുന്നവരായിരുന്നു. ഈ ശാസ്ത്രജ്ഞന്മാരെല്ലാം ഉണ്ടായി വരുന്നതിന് നിമിത്തമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുകയാണ് ഇസ്ലാം ചെയ്തത്. ആ സാഹചര്യം എന്താണ്? പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിനെ അറിഞ്ഞാരാധിക്കണമെന്ന് പഠിപ്പിച്ചു. അള്ളാഹുവിനെ അറിയേണ്ടത് സൃഷ്ടികളിലൂടെയാണെന്ന് മനസ്സിലാക്കി തന്നു. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇലസ് സമാഇ കൈഫ റുഫിയത് വഇലൽ ജിബാലി കൈഫ നുസിബത് വഇലൽ അർദി കൈഫ സുത്തിഹത്. ഒട്ടകത്തെ, പ്രപഞ്ചത്തെ, ആകാശങ്ങളെ, ഭൂമിയെ, പർവ്വതങ്ങളെ, ഇതെല്ലാം കുറിച്ച് പഠിക്കാൻ. എന്തിനാ? പടച്ചവനെ അറിയാൻ, മനസ്സിലാക്കാൻ. അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ടാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയാൻ കഴിയുക. ഒരു മുസ്ലിം ദിവസേന 17 തവണ നിർബന്ധമായും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ ഈ മഹത്വം ഉൾക്കൊള്ളണം. ആ മഹത്വം ഉൾക്കൊള്ളാൻ അള്ളാഹുവിൻ്റെ സൃഷ്ടി പ്രപഞ്ചത്തിലൂടെ കണ്ണോടിക്കണം. ആ സൃഷ്ടി പ്രപഞ്ചത്തെക്കുറിച്ച് പഠിച്ചത് അവരതിനാ, മനസ്സിലാക്കുന്നത് അതിനാ. അതിനുവേണ്ടി പഠിച്ച ആ പഠനത്തോടൊപ്പം തന്നെ സ്വാഭാവികമായും അവർ ഫിലോസഫികൾ പഠിച്ചു, അവർ തത്വശാസ്ത്രങ്ങൾ പഠിച്ചു, വ്യത്യസ്ത മതങ്ങളെക്കുറിച്ച് പഠിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ഈ ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലുള്ള വിജ്ഞാനീയങ്ങളെല്ലാം കരസ്ഥമാക്കുന്നതിന് വേണ്ടി അവർ പരിശ്രമിച്ചു. ഒരു വിശ്വാസിയുടെ കളഞ്ഞുപോയ സ്വത്താണ് വിജ്ഞാനമെന്നും വിജ്ഞാനം എവിടെ കണ്ടാലും അത് സ്വീകരിക്കേണ്ടത് ഒരു വിശ്വാസിയുടെയും വിശ്വാസിനിയുടെയും ഉത്തരവാദിത്വമാണ് എന്നുമെല്ലാമുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ പ്രാപഞ്ചിക വിജ്ഞാനീയങ്ങൾ, മനുഷ്യ വിജ്ഞാനീയങ്ങൾ, അതിലേക്ക് അവർ കൂടിയിട്ടിറങ്ങി. അപ്പോൾ സ്വാഭാവികമായും ഒരുപാട് തത്വശാസ്ത്രങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലെ അറിവുകളുമെല്ലാം വന്നു അവർക്കിടയിലേക്ക്. ആ അറിവുകൾ വന്നപ്പോൾ അവിടെ സ്വാഭാവികമായും അതിൻ്റെ സ്വാധീനങ്ങൾ, ആ അറിവുകളുടെ സ്വാധീനങ്ങൾ അവരുടെ വിശ്വാസങ്ങളിലുണ്ടായി, അവരുടെ വിശ്വാസങ്ങളിലുണ്ടായി, കാഴ്ചപ്പാടുകളിലുണ്ടായി, അവർ പറയുന്ന തത്വശാസ്ത്രങ്ങളിലുണ്ടായി. അതനുസരിച്ച് ആ ശാസ്ത്രജ്ഞന്മാരിൽ ചിലർക്ക് ചില ഡീവിയേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പറയുന്ന അബൂബക്കർ റാസി ആണെങ്കിലും ഇബ്നു സീനയാണെങ്കിലും എല്ലാം അവരെ പണ്ഡിതന്മാർ വിമർശിച്ചിട്ടുണ്ട്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിമർശിച്ചത്? അവർക്കുണ്ടായ ചില ഡീവിയേഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ. എന്താ ഡീവിയേഷൻസ്? ചിലർ അവരുടെ ശാസ്ത്ര ലോകത്തുള്ള ഡീവിയേഷൻസ് അല്ല, അവർ ഏതെങ്കിലും ശാസ്ത്രീയമായ കണ്ടുപിടുത്തം നടത്തിയത് മോശമായി എന്നല്ല പറഞ്ഞത്, മറിച്ച് അവർ വിശ്വാസശാസ്ത്ര രംഗത്ത്, തത്വശാസ്ത്ര രംഗത്ത് എല്ലാം തന്നെ അവരുടെ കാഴ്ചപ്പാടുകൾ അബദ്ധമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലുള്ള ചില കാഴ്ചപ്പാടുകൾ സത്യനിഷേധത്തോളം എത്തുന്ന കാഴ്ചപ്പാടുകളായിരുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അബൂബക്കർ റാസിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ അപകടകരമായ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ സമകാലികരായ ആളുകൾ തന്നെ വിമർശിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇബ്നു സീനയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ചില സമകാലികർ തന്നെ വിമർശിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ, ശാസ്ത്രജ്ഞന്മാരിൽ തന്നെ. ആ കാഴ്ചപ്പാടുകൾ വിമർശിച്ചപ്പോൾ സ്വാഭാവികമായും ഇബ്നു സീനയുടെ ഉദാഹരണത്തിന് ഇബ്നു സീനയുടെ ഒരു വീക്ഷണം അത് ആദ്യകാലത്തെ വീക്ഷണമായിരുന്നു, അദ്ദേഹം അത് തിരുത്തിയിട്ടുണ്ട് എന്നുമെല്ലാം ചരിത്രകാരന്മാർ വേറെ പറയുന്നുണ്ട്. വീക്ഷണം ശാരീരികമായിട്ടല്ല, ആത്മീയമായിട്ടാണ് പുനരുത്ഥാനം എന്നാണ് പരലോകത്ത്. ആ ആത്മീയമായാണ് പുനരുദ്ധാനം സംഭവിക്കുന്നത്, ശാരീരികമായി പുനർജനിക്കുന്നില്ല മനുഷ്യർ എന്നുള്ള വീക്ഷണം. ആ വീക്ഷണം അനുസരിച്ച് അദ്ദേഹം പറഞ്ഞപ്പോൾ അതിനെതിരെ സംസാരിച്ച പണ്ഡിതന്മാർ ഇത് കുഫ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം പരിശുദ്ധ ഖുർആൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ വളരെ കൃത്യമായി പഠിപ്പിക്കുന്ന അത് എന്താണ്? ശാരീരികമായി തന്നെയാണ് പുനരുദ്ധാനം എന്നുള്ള വസ്തുത.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കുഫ്രാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം അവർ യുക്തിവാദികളായിരുന്നു എന്നല്ല. അവരുടെ വാദങ്ങളും സ്ഥാപിച്ചത് ഖുർആനും ഹദീസുകളും ഉപയോഗിച്ചിട്ടാണ്. അവരവരുടെ വാദങ്ങൾ സ്ഥാപിച്ചത് ഖുർആനും ഹദീസുകളും ഉപയോഗിച്ച്, അതോടൊപ്പം അവരുടെ യുക്തിയും ഉപയോഗിച്ചുകൊണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം യുക്തി ഉപയോഗിച്ചത് കൊണ്ട് തന്നെ അവരെ വിമർശിച്ച ചില പണ്ഡിതന്മാർ അവർ യുക്തിവാദികളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. യുക്തിവാദികൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിരീശ്വരവാദികൾ എന്നല്ല. അവർ പ്രമാണങ്ങൾക്ക് മുകളിൽ അവരുടെ യുക്തി സ്ഥാപിച്ച ആളുകളാണെന്ന് മാത്രമാണ്. അവർ ഇസ്ലാമിക സമൂഹത്തിൽ നിന്ന് പുറത്തു പോവുകയോ ഇസ്ലാമിനെ തള്ളിപ്പറയുകയോ ചെയ്ത ആളുകളല്ല. മറിച്ച് അവർ ഇസ്ലാമിക സമൂഹത്തിൽ നിൽക്കുകയും ഇസ്ലാമികമായി ചിന്തിക്കുകയും ഇസ്ലാമിലെ നിയമങ്ങൾ ജീവിതത്തിൽ പകർത്തുകയും ചെയ്ത ആളുകൾ തന്നെ. പക്ഷേ അവരുടെ ചില വീക്ഷണങ്ങൾ അത് സ്വാഭാവികമായി വ്യത്യസ്ത തത്വശാസ്ത്രങ്ങളും കാര്യങ്ങളെല്ലാം പഠിച്ചപ്പോൾ അവർക്ക് അവരുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ചിന്തിച്ചപ്പോൾ ഉണ്ടായ വീക്ഷണങ്ങൾ, ചിലത് അപകടകരമായ വീക്ഷണങ്ങൾ ഉണ്ടാകാം. പക്ഷേ അത് യുക്തിവാദികളാണ്. ഇവിടുത്തെ ഇന്നത്തെ എമുക്കളെ പോലെയാണ് അവർ എന്നെല്ലാം പറയണമെങ്കിൽ ചെറിയ തൊലിക്കെട്ടിയൊന്നും പോരാ. കാരണം അവർ ആ രൂപത്തിലായിരുന്നില്ല. അതുകൊണ്ടാണ് അവരിലുള്ള വിമർശനങ്ങൾ, അവരെ വിമർശിച്ച പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാർ അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചില വിമർശകരുടെ, ഇപ്പോൾ അബൂബക്കർ റാസിയുടെ എല്ലാം കാര്യം പറഞ്ഞാൽ അബൂബക്കർ റാസിയുടെ വീക്ഷണങ്ങളിലുള്ള അപകടങ്ങളെക്കുറിച്ച് ഈ പലരും എടുത്തു പറയുന്നത് തന്നെ, അപകടങ്ങളെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ അദ്ദേഹം യുക്തിവാദിയായിരുന്നു എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കൊട്ടേഷൻസ്. ഞാൻ പിന്നെ നോർത്ത് അമേരിക്കയിലെ ഇവരെ എക്സ് മുസ്ലിംസിൻ്റെ ചില വീഡിയോസ് കണ്ടു. അതിൽ അവരുപയോഗിക്കുന്ന കോട്ട്സ് എന്താണ്? അദ്ദേഹത്തെ വിമർശിക്കുന്ന ആളുകളുടെ കോട്ട്സാണ്. ഇബ്നു ഹാത്തിം റാസിയുടെ കോട്ട്. ഇബ്നു ഹാത്തിം റാസി എന്ന് പറഞ്ഞാൽ റാസി തന്നെ, പക്ഷേ ഇബ്നു ഹാത്തിം റാസി അദ്ദേഹത്തെ വിമർശിച്ച ആളാണ്. അദ്ദേഹത്തെ വിമർശിക്കുക എന്ന് പറയുമ്പോൾ ഇസ്മായിലി ഷിയ ആയിരുന്നു ഇബ്നു ഹാത്തിം റാസി. ആ കോട്ടാണ് എടുത്തിട്ട് ഇദ്ദേഹം യുക്തിവാദിയായിരുന്നു എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. കാരണം അദ്ദേഹത്തെ വിമർശിച്ച ഷിയ ഇസ്മായിലിയായ ആൾ അദ്ദേഹത്തിനെതിരെ പറഞ്ഞത് സ്വാഭാവികമായിട്ടും ശക്തമായ ഭാഷയിൽ അദ്ദേഹം യുക്തിവാദിയാണ്, യുക്തി അനുസരിച്ച് വിധിക്കുന്നയാളാണ് എന്നർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടാകും. അങ്ങനെ വിമർശകന്മാരുടെ സംഗതികൾ എടുത്ത് പരിശോധിച്ചാൽ, എന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാളുടെ വ്യക്തിത്വവും സിദ്ധാന്തമെല്ലാം തീരുമാനിച്ചാൽ നമ്മളെല്ലാം തന്നെ യുക്തിവാദികളല്ലാവും. എൻ്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ ചില ക്രിസ്ത്യൻ മിഷണറിമാർ പറഞ്ഞത് ചില പണ്ഡിതന്മാർ ഉദ്ധരിക്കാറുണ്ട്. ക്രിസ്ത്യൻ മിഷണറിമാർ ഞാൻ അള്ളാഹുവിന് സാധാരണ മനുഷ്യർക്കുള്ളതുപോലെ കയ്യും കാലും തലയും കണ്ണും മൂക്കെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചില ക്രിസ്ത്യൻ മിഷണറിമാർ ആരോപണമായി ഉന്നയിച്ച കാര്യങ്ങൾ എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് ചില സാധുക്കളായ പണ്ഡിതന്മാർ എന്നെക്കുറിച്ച് തന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയ ആളാണെന്നുള്ള രൂപത്തിൽ പറയാറുണ്ട്. അതെടുത്തിട്ട് കുറേ കാലം കഴിഞ്ഞിട്ട് ഇതേപോലെ ഒരു എം അക്ബർ വലിയ യുക്തിവാദിയായിരുന്നു എന്ന് സ്ഥാപിക്കുന്നത് പോലെയുള്ള വിഡ്ഢിത്തമാണ് അബൂബക്കർ റാസിയെ വിമർശിച്ചുകൊണ്ട് എഴുതിയ ഇബ്നു ഹാത്തിമിൻ്റെ എല്ലാം രചനകൾ എടുത്തുകൊണ്ട് അദ്ദേഹം യുക്തിവാദിയാണെന്ന് സ്ഥാപിക്കുന്നത് എന്നാണ് സൂചിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ അവർ അക്കാലഘട്ടത്തിൽ തീർച്ചയായും വ്യത്യസ്തങ്ങളായ ചിന്താ പദ്ധതികളിൽ ആകൃഷ്ടരായ ആളുകൾ ഈ ശാസ്ത്രജ്ഞന്മാർക്കിടയിലുണ്ടായിരുന്നു. ആ ശാസ്ത്രജ്ഞന്മാർ ഓരോരുത്തരുടെയും വിശ്വാസമല്ല, അങ്ങനെ ഒരു ശാസ്ത്രജ്ഞ സമൂഹത്തെ സൃഷ്ടിച്ചത് എന്താണ് എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ആ സൃഷ്ടിച്ചത് ഇസ്ലാമാണ്, ഇസ്ലാമിൻ്റെ വിജ്ഞാനത്തോടുള്ള സമീപനമാണ്. വൈജ്ഞാനിക ലോകത്തെ പരമാവധി എക്സ്പ്ലോർ ചെയ്യാനും അള്ളാഹുവിനെ അറിഞ്ഞാരാധിക്കാൻ, സമസൃഷ്ടികളോട് കാരുണ്യം കാണിക്കാൻ, വിജ്ഞാനത്തെ ഉപയോഗപ്പെടുത്തുവാനുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങളെ പാലിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളിലെ ഫലമായിട്ടാണ് ആ ശാസ്ത്രജ്ഞന്മാരെല്ലാം ഉണ്ടായത്. അക്കാലഘട്ടത്തിലെ ശാസ്ത്ര മുന്നേറ്റത്തിൻ്റെ അടിത്തറ അതായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്.